ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്കിലോ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനിലോ ഒക്കെ മനുഷ്യർ ഒബ്സർവ് ചെയ്താൽ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് എത്ര ഡിഫറെൻ്റ് ആയിട്ടാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ എന്തായിരിക്കും ഈ വ്യത്യാസങ്ങൾക്ക് പിന്നിലെ ആ ഹ്യൂമൻ അൽഗോരിതം എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. നമ്മുടെ ഉള്ളിലെ പേഴ്സണാലിറ്റിയെ 5 മെയിൻ ഡയമെൻഷനുകളായിട്ടാണ് ഇതിൽ കാണുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന 5 പാറ്റേണുകൾ. ആദ്യത്തേത് എക്സ്ട്രവേഷനാണ്. ചിലർക്ക് ക്രൗഡാണ് അവരുടെ ഫ്യുവൽ. പുതിയ ആൾക്കാരെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവർക്ക് വലിയൊരു എനർജി ബൂസ്റ്റാണ്. നേരെ മറിച്ച് മറ്റ് ചിലർക്ക് സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ പെട്ടെന്ന് എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് റീചാർജ് ചെയ്യാൻ കുറച്ച് മീ ടൈം അത്യാവശ്യമായിട്ട് വേണ്ടി വരും. ഇത് വെറും ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ മാത്രമല്ല കേട്ടോ. നമ്മുടെ ബ്രെയിന് റിവാർഡുകളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം പുറത്തു നിന്നുള്ള സ്റ്റിമുലേഷനുകളോട് കൂടുതൽ ആവേശത്തോടെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നാൽ ഇൻട്രോവേർട്ടുകൾക്ക് ഇത്തരം എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻസ് പെട്ടെന്ന് ഓവർലോഡ് ആവും. അവർക്ക് ശാന്തമായ ചുറ്റുപാടുകളാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷനും മാനസികമായിട്ടുള്ള റിവാർഡും ഒക്കെ നൽകുന്നത്. രണ്ടാമത്തെ ട്രെയ്റ്റ് ന്യൂറോട്ടിസിസ് ആണ്. ഇതൊരു തരം ഇമോഷണൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പോലെയാണ്. ചിലരുടെ മൈൻഡ് എപ്പോഴും ഏത് പ്രതിസന്ധിയിലും കാമായിരിക്കും. എന്നാൽ മറ്റ് ചിലർക്ക് ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് കേൾക്കുമ്പോഴേക്കും ആകെ പാനിക്കാകുന്ന ഒരവസ്ഥയുണ്ടാവും. ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്നതിൽ നമ്മൾ ഓരോരുത്തരും ഓരോ സ്പീഡിലാണ്. ആ ഒരു റോളർ കോസ്റ്റർ വൈബ് ചിലരിൽ വളരെ കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. പുതിയ ഐഡിയകളോടും മാറ്റങ്ങളോടും നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നതാണിത്. ചിലർക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കണം, ട്രാവൽ ചെയ്യണം, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം. എന്നാൽ മറ്റ് ചിലർക്ക് പണ്ട് മുതലേയുള്ള ശീലങ്ങളും ചിട്ടകളും മാറ്റുന്നത് ആലോചിക്കാൻ പോലും വയ്യ. അവർ ആ പഴയ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് എഗ്രിയബിൾനെസ്. എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്യാനും സഹകരിക്കാനും എമ്പതി കാണിക്കാനും ഒക്കെ ചിലർക്ക് നാച്ചുറലായിട്ട് കഴിയും. എന്നാൽ ചിലരെപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് മോഡിലായിരിക്കും. മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനോ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അഞ്ചാമത്തേത് കോൺഷ്യസ്നെസ് ആണ്. നമ്മുടെ ലൈഫിലെ ഡിസിപ്ലിൻ ഇതിനെ ബേസ് ചെയ്തിരിക്കും. എല്ലാം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നവർ, ഒരു ടാസ്ക് ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് തീർക്കുന്നവർ, ഇത് കോൺഷ്യസ്നെസ്സിൻ്റെ എക്സാമ്പിൾസാണ്. മറുവശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെക്കുന്നവർ, മെസ്സി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. സത്യത്തിൽ ഇതിൽ ഒന്ന് ശരിയെന്നോ തെറ്റെന്നോ ഉള്ള ജഡ്ജ്മെൻറ്റിനൊന്നും ആവശ്യമല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഹാർഡ് വയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഇന്നർ പാറ്റേണുകളെ പറ്റി ഒന്ന് അവെയറായാൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും. ഈ 5 കാര്യങ്ങളുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ യുണീക്ക് ആക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ്.